പാപത്തിൻ പിന്നാലെ ഓടിയ നേരത്ത് യേശുവിൻ സ്നേഹം അറിഞ്ഞതില്ല. പാപത്തിൻ പിന്നാലെ ഓടിയ നേരത്ത് യേശുവിൻ സ്നേഹം അറിഞ്ഞതില്ല. എന്റെ യേശുവിൻ സന്തോഷിക്കും ഞാൻ ഈ മരുയാത്രയിൽ അനുദിനവും. എന്റെ യേശുവിൻ സന്തോഷിക്കും ഞാൻ ഈ മരുയാത്രയിൽ അനുദിനവും. ജീവിതം വഴിമുട്ടി നിന്ന സന്ദർഭത്തിൽ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും പകർന്നു തന്നുകൊണ്ട് 1975 കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. 79 മുഴുസമയവും കർത്താവിന്റെ വേലയിൽ പ്രവർത്തിക്കുവാനും ദൈവം ഇടയാക്കി. കഴിഞ്ഞ 20 വർഷം ദൈവം അയച്ച സ്ഥാനങ്ങളിലൊക്കെയും ശുശ്രൂഷയിലായിരിക്കാൻ ദൈവമായ കർത്താവിന് ഇടയാക്കി. അങ്ങനെയുള്ള ഞങ്ങളുടെ ശുശ്രൂഷാ മധ്യേ ഞങ്ങൾ പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് ഇപ്പോൾ ഈ കാസറ്റിൽ കൂടെ നിങ്ങൾ കേൾക്കുവാനായി പോകുന്നത്. നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ ഭൂതഗ്രസ്തനായ മനുഷ്യൻ. ഹല്ലേലൂയ. അവൻ പറയുകയാണ്, കർത്താവേ ഞാൻ കൂടെ പോരട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ നോക്കുക, 33 തിരുവയസ്സ് യേശു ഈ ലോകത്തിൽ തന്റെ ശുശ്രൂഷ നിർവഹിച്ചു. ഒരു വലിയ കൂട്ടം, പരസ്യമായ ഒരു വലിയ കൂട്ടം അവനെ അനുഗമിച്ചില്ലെങ്കിലും യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന ചില വ്യക്തികൾ, യേശുവിന് വേണ്ടി മരിക്കുന്ന മരണമായാലും അവനെ അനുഗമിക്കുന്ന ചില വ്യക്തികളെ യേശുവിന് വാർത്തെടുക്കുവാനായിട്ട് കഴിഞ്ഞുള്ളതാണ്. നിങ്ങൾ നോക്കുക, ഗദരദേശത്തേക്ക് യേശു കടന്നിരുന്നു. ആരെങ്കിലും യേശുവിനെ അവിടേക്ക് ചെല്ലാൻ നിർബന്ധിച്ചു? അതിന്റെ ഉത്തരം ഇല്ല എന്നാണ്. ഗദരദേശത്ത് ഈ ഭൂതഗ്രസ്തനല്ലാതെ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. ഒരു ശവക്കല്ലറയിൽ പാർക്കുന്ന ഒരു മനുഷ്യനെ തേടി അവനെ സൗഖ്യമാക്കിയപ്പോൾ, അവന് സുബോധം കൊടുത്തപ്പോൾ, അവനെ വിടുവിച്ചപ്പോൾ അവൻ എങ്ങനെ യേശുവിന് പിന്നാലെ പോകാതിരിക്കാനായിട്ട് സാധിക്കും? യേശു എന്താണ് മറുപടി പറഞ്ഞത്? അതുകൊണ്ട് വായിക്കാം. 19 വാക്യം. യേശു അവനെ അനുവദിക്കാതെ, നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. അപ്പൊ യേശു നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്താൽ നാം അടങ്ങി ഇരിക്കുവാനല്ല യേശു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശു അവനോട് പറയുകയാണ്, അവനെ യേശുവിനോട് കൂടെ പോകുവാനായിട്ട് യേശു അനുവദിച്ചില്ലെങ്കിലും യേശു പറഞ്ഞത്, നീ നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ വീട്ടിലുള്ളവരോട് ദൈവം നിന്നോട് കരുണ കാണിച്ചതൊക്കെ പ്രസ്താവിക്കും. അവ രക്ഷിക്കപ്പെട്ടവൻ, അകറ്റ മാർഗമുള്ളവൻ, യേശുവിനെ അനുഭവിക്കുന്നവൻ, നിത്യജീവൻ പ്രാപിച്ചവൻ, മരണഭയം മാറിയവൻ, അനുഭവമുള്ളവൻ, സൗഖ്യം പ്രാപിച്ചവൻ, ഗ്ലോറി ഹാൽ വിടുതൽ അനുഭവിച്ചവൻ അവൻ അടങ്ങിയിരിക്കത്തില്ല. അവൻ ചിലതൊക്കെ പ്രസ്താവിക്കും. ഹല്ലേലൂയ. ഒരു കാലത്ത് ഈ പെന്തക്കോസ്തുകാരുടെ സാക്ഷ്യവും പാട്ടുമൊക്കെ എനിക്കും ഇഷ്ടമല്ലായിരുന്നു. പിന്നത്തെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അകത്ത് ഈ സന്തോഷം വന്നു കഴിഞ്ഞാൽ ആർക്കും ഇതിനെ ഒതുക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഞാൻ സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഈ പാവയ്ക്ക വളരെ കയ്പുള്ളതാണ്. പല ആളുകൾക്കും പാവയ്ക്ക ഇഷ്ടമാണ്. എന്റെയും ചെറുപ്പത്തിൽ എനിക്ക് പാവയ്ക്ക എന്ന് പറയുന്നത് ഇഷ്ടമേ അല്ല. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായത്, ചില ആളുകൾ ഈ ഡയബറ്റിക്കിന്റെ അസുഖമുള്ള രോഗികളൊക്കെ രാവിലെയൊക്കെ ഈ പാവയ്ക്ക അരിഞ്ഞ് മിക്സിക്കകത്തിട്ട് ഇങ്ങനെ അടിച്ച്, അതായത് നല്ല കയ്പാടുകൾ കുടിക്കുന്നതെ കാണാൻ സാധിക്കും. കാരണം ഇതങ്ങോട്ട് ചെന്നെങ്കിലേ ഡയബറ്റിക് മാറത്തുള്ളെന്നാണ് അവരുടെ ചിന്ത. ഞാൻ പറഞ്ഞൊരു സാരം ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അതായത് നമുക്ക് ഇഷ്ടമല്ലാത്ത ചില അവസ്ഥകൾ കൂടെയാ ദൈവം വിടുതൽ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പെന്തക്കോസ്ത് മാർഗം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ മാർഗമാണ്. ഹല്ലേലൂയ. അത് ലോകത്തിൽ ജാതിയും മതവും ഒക്കെ വേർതിരിച്ചിരിക്കുന്നത് നമ്മുടെ ചിന്ത കൊണ്ടും മനുഷ്യനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഏതെങ്കിലും ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ അതേ വിദ്യാവിഹീനരായിട്ടുള്ള ഏതെങ്കിലും ചില ആളുകളുടെ മാർഗമാണ് എന്ന് ചിന്തിക്കുന്നവര് അത് ചിലരെങ്കിലും ഒരു പക്ഷേ ഈ കാലത്ത് കണ്ടെന്ന് വന്നേക്കാം.
എന്നാൽ അങ്ങനെയുള്ളൊരു മാർഗമല്ല ഇത് സാക്ഷാൽ സത്യമായ മാർഗമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ സത്യമാർഗമാണ്. അനുഭവമുള്ളവൻ അടങ്ങിയിരിക്കത്തില്ല, അവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അനുഭവമുള്ളവൻ പ്രസംഗിച്ചാൽ, അനുഭവമുള്ള ഹല്ലേലൂയ പറഞ്ഞാൽ, അനുഭവമുള്ള പരസ്യവും നടത്തിയാൽ, അനുഭവമുള്ള 4 പേര് കൂടുന്നിടത്ത് പ്രസംഗിച്ചാൽ, അനുഭവമുള്ള ലേഖനം എഴുതിയാൽ പ്രൈസ് ദി ലോർഡ് ഉടനെ പെന്തക്കോസ്തുകാരനായി എന്ന് ചിലപ്പോൾ ലോകം പറഞ്ഞു വന്നേക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറഞ്ഞാൽ ദൈവത്തിന്റെ പൈതലെ നീ അതിൽ സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവപുത്രനായ ക്രിസ്തുവിന് നിന്നെ രക്ഷിപ്പാൻ സ്വർഗങ്ങളെ വിട്ട് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് താണിറങ്ങി വരാമെങ്കിൽ ഈ ലോകത്തിന് നിന്ദകളും പരിഹാസങ്ങളും അപമാനങ്ങളും ഏറ്റുകൊണ്ട് നിനക്ക് വേണ്ടി ക്രൂശിൽ തന്റെ ജീവനെ യാഗമാക്കി തരാമായിരുന്നെങ്കിൽ ഈ മാർഗത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചെങ്കിലേ മതിയാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിടുതല് അവന്റെ പക്കലാണ്, രക്ഷ അവനിലാണ്, ആനന്ദം അവനിലാണ്. അവന് മാത്രമേ ഇതിനെ രക്ഷിപ്പാൻ കഴിയൂ. അതുകൊണ്ട് ദൈവത്തിന്റെ പേരിൽ നീ ഏൽപ്പിച്ചു കൊടുക്കണം. നീ വീട്ടിൽ ചെന്ന് വീട്ടിലുള്ളവരോട് കർത്താവിനോട് കരുണ കാണിച്ച് പ്രസ്താവിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവസ് ഇവാൻസ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ തന്റെ ചിത്രീകരണത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂതകസ്ഥൻ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലേക്ക് ചെന്നപ്പോൾ താൻ പറയുന്നത് തനിക്ക് മേരി എന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നെന്നും തനിക്ക് മക്കളുണ്ടായിരുന്നു ഒക്കെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ താൻ വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ തന്റെ കുഞ്ഞുങ്ങൾ വെളിയിൽ നിൽക്കുകയായിരുന്നു. അവരെല്ലാവരും, അതായത് താൻ അകലിൽ നിന്ന് വരുന്നത് കണ്ടപ്പോൾ ഓടി അകത്ത് കയറി വാതിലടച്ചു. എന്നിട്ട് ഭാര്യ ജനലിന്റെ അരിയിലൂടെ വെളിയിലേക്ക് കണ്ണോടിച്ചു. അകലിൽ നിന്ന് നടന്നു വരുന്ന ആ വ്യക്തി. ഹല്ലേലൂയ. അവൾക്ക് വിശ്വസിപ്പാനായിട്ട് കഴിയുന്നില്ല. മുമ്പ് വരുന്ന സന്ദർഭങ്ങളിലൊക്കെയും വളരെ നിലവിളിച്ചുകൊണ്ട് അലറിക്കൊണ്ട് വരുന്നവനായിരുന്നു, മുറിവേൽപ്പിക്കുന്നവനായിരുന്നു. അതെ, അവൻ കൃഷിയുടെ മുകളിലൂടെ ചവിട്ടി നശിപ്പിച്ച് തകർത്ത് വരുന്നവനായിരുന്നു. ഇപ്പോൾ അവൻ അതേ വഴിയിൽ കൂടെ തന്നെ കടന്നു വരുന്നു. അവർ ഭയപ്പെട്ട് ഭവനത്തിനകത്ത് അഭയം തേടിയെങ്കിലും ഭയപ്പെട്ടതുപോലെയല്ല, ശാന്തനായിട്ടാണ് ഇന്ന് അവനെ കാണുന്നത്. അവൻ ശാന്തനായി നടന്നു വന്ന് വാതിക്കൽ വന്നിട്ട് അവനിങ്ങനെ മുട്ടുവാനായിട്ട് തുടങ്ങി. ഓ ഹല്ലേലൂയ. അവൻ മുട്ടുവാനായിട്ട് തുടങ്ങി. അവൻ മുട്ടിയിട്ട് വിളിക്കുന്നു, മേരി 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 എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഹല്ലേലൂയ. അവൾക്കത് വിശ്വസിപ്പാൻ കഴിയുന്നില്ല. അവർ വിവാഹം നടന്നിരുന്ന ആദ്യ നാളുകളിൽ സുബോധത്തോടെ കേട്ട ആ ശബ്ദം അതേ ശബ്ദമാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്നാൽ അവൾക്ക് വിശ്വസിപ്പാൻ കഴിയുന്നില്ല. അവൾ പതുക്കെ തുറന്നിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പ്രൈസ് ദി ലോർഡ്, ആത്മലോകത്തിന്റെ ആ പ്രഭ അവന്റെ മുഖത്ത് വെട്ടിത്തിളങ്ങുന്നതായിട്ട് അവൾക്ക് കാണുവാൻ സാധിച്ചു. ജീവിതത്തിന് അർത്ഥം പകർന്നു കൊടുക്കുന്ന രക്ഷകൻ, കുടുംബത്തിന് സമാധാനം പകർന്നു കൊടുക്കുന്ന രക്ഷകൻ. ഹല്ലേലൂയ. അവന്റെ വീട്ടിൽ ചെന്നു. അവൻ സാക്ഷിയായത് മാത്രമല്ല, പിന്നീട് അവൻ എന്താണ് ചെയ്തത്? അടുത്ത വാക്കും കൂടെ നമുക്കൊന്ന് വായിച്ചിട്ട് നിർത്താം. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്, വീട്ടിലുള്ളവരോട് സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞ് യേശുവിനെ അയച്ചു. എന്നാൽ അവൻ അടങ്ങിയിരുന്നില്ല. അവൻ പോയി ദെക്കപ്പൊലി നാട്ടിലൊക്കെയും അതായത് ഘോഷിച്ചു തുടങ്ങിയെന്നാണ്. ദെക്കപ്പൊലി നാട് എന്ന് പറഞ്ഞാൽ ബൈബിളിന്റെ അവസാനത്തെ ഭാഗത്ത് പാലസ്തീന്റെ ഭൂപടത്തിൽ നമ്മൾ നോക്കിയാൽ ദെക്കപ്പൊലി എന്ന് പറയുന്ന പട്ടണം കാണാൻ സാധിക്കും. ഭൂമിശാസ്ത്രപരമായി പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും ദെക്കപ്പൊലി എന്ന് പറഞ്ഞാൽ 10 പട്ടണം എന്നാണ്. അപ്പോൾ 10 പട്ടണത്തിൽ യേശു ചെയ്തൊക്കെയും ഘോഷിച്ചു തുടങ്ങി. ദൈവത്തിന്റെ മക്കളെ, സാക്ഷാൽ രക്ഷ ഒരുവൻ അനുഭവിച്ചാൽ അവൻ അടങ്ങിയിരിക്കുകയില്ല. ഹല്ലേലൂയ. അവന്റെ ഹൃദയം പിടച്ച് വികസിക്കുവാൻ തുടങ്ങും. അവൻ ഘോഷിക്കുവാൻ തുടങ്ങും. അവൻ നൃത്തം ചെയ്യുവാൻ തുടങ്ങും. അവൻ സന്തോഷിക്കുവാൻ തുടങ്ങും. അതാണ് പ്രൈസ് ദി ലോർഡ് ഈ മാർഗത്തിന്റെ ശ്രേഷ്ഠമേറിയ അനുഭവം. ഹല്ലേലൂയ. ഈ അനുഭവമുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കാലാകാലങ്ങളിൽ പ്രൈസ് ദി ലോർഡ് അതേ കർത്താവ് രക്ഷിതാവായി സ്വീകരിപ്പാനും ഈ മാർഗത്തിലായി തീരുവാനും ഈ സന്തോഷം അനുഭവിപ്പാനും നമുക്ക് കർത്താവ് ഭാഗ്യം നൽകി. ഹല്ലേലൂയ.
നമ്മുടെ കർത്താവ് വരാറായി. 1900 വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ നമ്മെ രക്ഷിപ്പാൻ അവന്റെ കൈകാലുകൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ കാലുകളുടെ മേട്ടിന് പുറത്ത് നമുക്ക് ആ ജീവൻ വെടിഞ്ഞവൻ ഹല്ലേലൂയ ഇനിയും രാജാവും കർത്താവുമായി നമ്മെ ചേർക്കുവാൻ. ഇന്ന് നമുക്ക് കഷ്ടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, വേദനകളുണ്ട്, ദുരിതങ്ങളുണ്ട്. സമൂഹം നമ്മെ ഒറ്റപ്പെടുത്തുന്നു വന്നേക്കാം. ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മുഖത്ത് നാം ഒരുപക്ഷെ ഏകരായി മാറുന്നു വന്നേക്കാം. ദൈവത്തിന്റെ പേരെ നീ ഭാരപ്പെട്ടത് ക്രിസ്തുവേശുവിൽ പ്രൈസൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ട്. നീ അത് മറന്നു പോകരുത്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. ദുഷ്ടന്മാരായി ജീവിക്കുന്നവർക്ക് ഒരുപക്ഷെ നീതിമാന്മാരുടേതായിട്ടുള്ള അവസ്ഥയിലുള്ള അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചെന്ന് വന്നേക്കാം. എന്നാൽ ഈ ലോകത്തിന്റെ നന്മകളും അനുഗ്രഹ ഭൗതികങ്ങളും ഒന്നുമല്ല ആത്മീയത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് ഹൃദയത്തിന്റെ സമാധാനമാണ്, മരണഭയം മാറുന്ന അനുഭവമാണ്, യേശുവിനെ കാണുവാനുള്ള തിടുക്കം അങ്ങനെയുള്ളവരുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞത്, കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യരല്ല സ്വന്തം കണ്ണാൽ തന്നെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവിന്റെ പരശുശ്രൂഷാ സമയത്ത് അവനെ സമൂഹം തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. വ്യക്തികൾ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ഇതാ സമരക്കാർ യേശുവിനെ സ്വീകരിക്കുകയാണ്. ഒരു ഭൂതഗസ്ഥൻ യേശുവിനോടുകൂടെ യാത്ര ചെയ്യുവാൻ അവൻ അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. അന്ന് യേശുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച അനേക ആളുകൾ യേശുവിനെ അനുഗമിപ്പാൻ ഇടയായിരുന്നു. അതുപോലെ ഇന്നും യേശുവിന്റെ പിന്നാലെ ആയിരങ്ങൾ അതേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു വരാറായി. നമ്മുടെ സമയം ഹല്ലേലൂയ നമ്മെ വിട്ട് അതിവേഗം ഓടുകയാണ്. ഹല്ലേലൂയ. മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമില്ല. എത്ര നാൾ നമുക്ക് ഈ ഭൂമിയിലൂടെ നമുക്കറിയത്തില്ല. എന്നാൽ ഈ രക്ഷകനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം, നമ്മുടെ ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഇതുവരെ ഈ കത്താൻ രക്ഷിതവാസിയേൽപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ നിമിഷം നിങ്ങളുടെ രക്ഷയുടെ നിമിഷമായി തീരട്ടെ. യേശുവിനോട് നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുന്ന നിമിഷമായി തീരട്ടെ. മൂന്നാമതൊരു വ്യക്തിയില്ലാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ അവനോട് നിങ്ങൾ ഏറ്റുപറയുക. നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന പാപങ്ങളൊന്നും മേലാൽ നിങ്ങൾ തിരിച്ചെടുക്കരുത്. നിങ്ങൾക്ക് അത് തിരിച്ചെടുക്കാതെ പാപം ചെയ്യാതെ ജീവിക്കുവാനുള്ള കൃപ കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വലിയ പ്രത്യാശകൾ വരായിട്ട് കഷ്ടതയും ദുഃഖവും ദുരിതവും നിറഞ്ഞ നമ്മുടെ പൈലോക ജീവിതം തീരാറായി. അവൻ നമുക്കായിട്ട് ഭവനം ഒരുക്കുന്നു. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. ആ സ്വർഗീയ ഭവനത്തിൽ അവനോടുകൂടെ അവരോട് സദസ്യന്മാരായി നാം വാഴുവാനായിട്ട് പോവുകയാണ്. നാം അവനെ കാണുന്നതാകിയാൽ അവരോട് സദസ്യന്മാരായി തീരും. അതേ പ്രതിമയായി രൂപാന്തരപ്പെടുമെന്നാണ് നാം വചനത്തിൽ വായിക്കുന്നത്. ആ സ്വർഗീയ ഭവനത്തിൽ അതേ തിരസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി നിത്യകാല യുഗം നാം അവരോടുകൂടി യുഗായുഗമായിരിക്കും. അതേ നിത്യ ആനന്ദം നമ്മുടെ തലമേലിരിക്കും. ആ പ്രത്യാശ ഓർത്താൽ ഈ പാരിലെ കഷ്ടങ്ങൾ സാരമില്ല. ആ സ്വർഗീയ പ്രത്യാശയോടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ ഉറപ്പുള്ളവരായിട്ട് അരമനാഥന മുഖത്ത് നോക്കിക്കൊണ്ട് ജീവിതയാത്ര നയിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ എവരെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.